മേക്ക് എ ടെസ്റ്റ് മാൻഡ്രിൽ L is equal to 200 mm കൗണ്ടർ ബോർ അറ്റ് ദി എൻഡ് എന്ന വിഷയമാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷനോടെ ലെയ്ത്ത് മാൻഡ്രിലിനെ പറ്റി കൂടുതൽ അറിയാനും വിവിധതരം മാൻഡ്രിലുകളും അവയുടെ ഉപയോഗങ്ങളും ലിസ്റ്റ് ചെയ്യാനും ബോറിംഗ്, കൗണ്ടർ സിങ്കിങ് പ്രോസസ്സ് വിശദീകരിക്കാനും സെൻറ്ററുകൾക്കിടയിൽ ജോബ് സെറ്റപ്പ് ചെയ്യാനും സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ ഉപയോഗിച്ച് ജോബിനെ ആവശ്യമായ അക്യുറസിയിലേക്ക് മാറ്റാനും നിങ്ങൾ പ്രാപ്തരാകണം. ലെയ്ത്ത് മാൻഡ്രിൽസ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലെയ്ത്തിൽ മെഷീനിങ്ങിന് വേണ്ടി ജോബ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇവ. ഒരു ലെയ്ത്തിൽ യഥാക്രമം റീമിംഗ് അല്ലെങ്കിൽ ബാറിംഗ് പൂർത്തിയാക്കിയ ബോറുകളുടെ റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ മാച്ച് ചെയ്യാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് സോളിഡ് മാൻഡ്രൽ പൊതുവെ ടൂൾ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയ്ക്ക് ഒരു പ്രത്യേക സൈസ് വരെ ഹാർഡ് എൻഡും ഗ്രൗണ്ടും ഉണ്ടാകും. 1:2000 ടാപ്പർ ഉള്ളതാണ് ഗ്രൗണ്ട്. ഇത് ഒരു വർക്ക് പീസിലെ ബോർ അല്ലെങ്കിൽ റീം ചെയ്ത ദ്വാരത്തിലേക്ക് പ്രസ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് അത് ഒരു ലെയ്ത്തിൽ മൗണ്ട് ചെയ്യാൻ കഴിയും. മാൻഡ്രലിന്റെ എൻഡ് ബോഡിയേക്കാൾ ചെറുതായിട്ടാണ് മെഷീൻ ചെയ്തിരിക്കുന്നത്. ലെയ്ത്ത് കാരിയറിന്റെ ക്ലാമ്പിംഗ് സ്ക്രൂവിന് വേണ്ടി ഒരു ഫ്ലാറ്റ് നൽകിയിട്ടുണ്ട്. ലെയ്ത്ത് കാരിയർ ക്ലാമ്പ് ചെയ്യുമ്പോൾ മാൻഡ്രിലിനെ ഡാമേജിൽ നിന്ന് രക്ഷിക്കാനും കൃത്യത പാലിക്കാനും ഇത് സഹായിക്കുന്നു. ഈ മാൻഡറുകളിലെ സെന്ററുകൾ ബി ടൈപ്പ്, അതായത് പ്രൊട്ടക്റ്റഡ് സെന്ററുകളാണ്. അത്തരം സെന്ററുകളിൽ വർക്കിംഗ് പോർഷൻ ഡീപ്പ് ആയിരിക്കും, കൂടാതെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡാമേജ് ഉണ്ടാകില്ല. മാൻഡ്രൽസ് ടൈപ്പുകൾ നോക്കാം. 6 തരം മാൻഡ്രൽസ് ആണ് ഉള്ളത്. എക്സ്പാൻഷൻ മാൻഡ്രൽസ് വർക്ക് പീസിന്റെ ഇന്റീരിയർ ഡയമീറ്റർ ഗ്രീപ്പ് ചെയ്യുന്ന മാൻഡ്രൽസ് ആണ് എക്സ്പാൻഡിംഗ് മാൻഡ്രൽസ്. സ്പ്ലിറ്റ് ബുഷിംഗ് മാൻഡ്രൽ, അഡ്ജസ്റ്റബിൾ സ്ട്രിപ്പ് മാൻഡ്രൽ എന്നിവയാണ് 2 പ്രധാന മാൻഡ്രൽസ്. ഒരു എൻഡിൽ ഫ്ലേഞ്ചോടും മറ്റേ എൻഡിൽ ഒരു ത്രെഡഡ് പോർഷനോടും കൂടിയ ഒരു പാരലൽ ബോഡിയാണ് ഗാങ് മാൻഡ്രൽ. മറ്റെന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ വളച്ചൊടുക്കാൻ സാധിക്കുന്ന നിരവധി തിൻ പീസുകളിൽ മെഷീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ ഒരു ഗാങ് മാൻഡ്രൽ ഉപയോഗപ്രദമാണ്. വ്യത്യസ്ത ബോർഡ് വർക്കുകൾ നടക്കുമ്പോൾ ടൈം സേവ് ചെയ്യാനാണ് സ്റ്റെപ്ഡ് മാൻഡ്രൽ ഉപയോഗിക്കുന്നത്. സ്ക്രൂ അല്ലെങ്കിൽ ത്രെഡഡ് മാൻഡ്രൽ ത്രെഡ് ചെയ്ത ഹോൾ ഉള്ള ഏതെങ്കിലും മെഷീൻ വർക്ക് പീസുകൾ പിടിക്കാനായി ഉപയോഗിക്കുന്നു. ചെറിയ വർക്ക് പീസുകൾ പിടിക്കാൻ ടാപ്പർ ഷാങ്ക് മാൻഡ്രലുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. എക്സ്പാൻഷൻ സ്റ്റഡ് മാൻഡ്രൽ, ത്രെഡഡ് സ്റ്റഡ് മാൻഡ്രൽ എന്നിവയാണ് 2 തരം ടേപ്പർ ഷാങ്ക് മാൻഡ്രലുകൾ. കോൺ മാൻഡ്രൽ ഒരു ജോബ് ലാർജ് ബോർ ഉള്ളത്. അത് 2 ടേപ്പറുകൾക്കിടയിൽ നട്ട്, വാഷർ, സ്പേസിംഗ്, കോളറുകൾ ഉപയോഗിച്ച് ടൈറ്റായും സുരക്ഷിതമായും പിടിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ടെസ്റ്റ് മാൻഡ്രലിനൊപ്പമുള്ള ട്രൂ റണ്ണിംഗ് ഓഫ് ലെയ്ത്ത് സിൻഡിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ടെസ്റ്റ് മാൻഡ്രലിന്റെ ടാപ്പർ ഷാങ്ക് സ്പിൻഡിൽ ടാപ്പറിൽ ലൊക്കേറ്റ് ചെയ്യുക. ഒരു കാരിയേജിൽ സ്റ്റേഷനറിയായി ഒരു ഡയൽ ഗേജ് പിടിക്കുക. മാൻഡ്രലിന്റെ ഫ്രീ എൻഡിന് അടുത്തായി അതിന്റെ പ്ലങ്കർ കണക്ട് ചെയ്യുന്നു. അതിന്റെ പൊസിഷൻ 0 ആയി സെറ്റ് ചെയ്യുന്നു. ഡയൽ ഗേജ് പ്ലങ്കർ അതിന്റെ റൈറ്റ് ആംഗിൾസിൽ റേഡിയലി ടെസ്റ്റ് ചെയ്യേണ്ട സർഫസിലേക്ക് വെക്കുക. സ്പിൻഡിൽ മാൻഡ്രലിനോടൊപ്പം കൈകൊണ്ട് മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ഡയൽ ഗേജിന്റെ റീഡിംഗ് രേഖപ്പെടുത്തുക. ഡയൽ ഗേജ് സ്പിൻഡിൽ നോസിന് സമീപത്തേക്ക് നീക്കുക. കൈകൊണ്ട് സാവധാനം മാൻഡ്രലിനൊപ്പം സ്പിൻഡിൽ തിരിക്കുക. റീഡിംഗ് രേഖപ്പെടുത്തുക. സ്പിൻഡിൽ സാവധാനം തിരിക്കുമ്പോൾ ഡയൽ ഗേജിന്റെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഡയൽ റീഡിംഗിന്റെ ഡിഫ്ലക്ഷൻ പരിശോധിച്ച് വാല്യൂ ടെസ്റ്റ് ചാർട്ടുമായി കമ്പയർ ചെയ്യുക. സ്പിരിറ്റ് ലെവർ പ്ലെയിൻ സർഫേസിനോടായി അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നിലവിലുള്ള ഡ്രിൽ ചെയ്ത ഭാഗത്തെയോ അല്ലെങ്കിൽ കോർ ഹോളിനെയോ വലുതാക്കുകയും ട്രൂയിങ് ചെയ്യുന്നതുമായ പ്രക്രിയയാണ് ബോറിംഗ്.
ഡ്രില്ലിൻ്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതിനാൽ ഒരു ഡ്രിൽഡ് ഹോളിൻ്റെ വലിപ്പം കൂട്ടാനായി ബോറിംഗ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഹോളിൻ്റെ കോൺസെൻട്രിസിറ്റി ലഭിക്കാനും ഹോളിൻ്റെ അക്യുറസി നിലനിർത്താനും മികച്ച സർഫേസ് ഫിനിഷ് ലഭിക്കാനും ഡ്രെയിലിംഗ് വഴി രൂപപ്പെട്ട പിശക് നീക്കം ചെയ്യാനും റീമിംഗ് പ്രവർത്തനം സുഗമമാക്കാനും ഉപയോഗിക്കുന്നു. ഡ്രിൽ അല്ലെങ്കിൽ കോർ ചെയ്ത ഹോളുകളിൽ നടത്തുന്ന ഒരു ഇന്റേണൽ ഓപ്പറേഷനാണ് ബോറിംഗ്. ബോറിംഗ് ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് ലെഫ്റ്റ് ഹാൻഡിൽ പ്ലെയിൻ ടേണിംഗ് ടൂളിന് സമാനമാണ്. എന്നാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഡ്രിൽ ചെയ്ത ഹോളിന്റെ എൻഡ് വളയ്ക്കുന്ന ഒരു ഓപ്പറേഷനാണ് കൗണ്ടർ സിങ്കിങ്. ഉപയോഗിക്കുന്ന ടൂളിനെ കൗണ്ടർ സിങ്ക് എന്ന് വിളിക്കുന്നു. ഒരു കൗണ്ടർ സിങ്ക് സ്ക്രൂവിന്റെ ഹെഡിന് റിസസ് നൽകുന്നതിന് താഴെ പറയുന്ന ആവശ്യങ്ങൾക്കായി കൗണ്ടർ സിങ്കിങ് നടത്തുന്നു. അങ്ങനെ അത് ശരിയാക്കിയ ശേഷം സർഫസിൽ ഫിക്സ് ചെയ്യുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന കൗണ്ടർ സിങ്കുകൾക്ക് ഒന്നിലധികം കട്ടിംഗ് എഡ്ജുകളുണ്ട്. അവ ടാപ്പർ ഷാങ്കിലും സ്ട്രെയിറ്റ് ഷാങ്കിലും ലഭ്യമാണ്. മെഷീൻ ടൂൾ അസംബ്ലിങ്ങിനും മെഷീനിങ് പ്രോസസ്സിനും ആവശ്യമായ കൃത്യമായ കൗണ്ടർ സിങ്കിങ് പ്രോസസ്സിന് ശേഷവും പൈലറ്റ് കൗണ്ടർ സിങ്കുകൾക്കായി ഉപയോഗിക്കുന്നു. സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ ഉപയോഗിച്ച് സെന്ററുകൾക്കിടയിൽ ജോബ് എങ്ങനെ സജ്ജീകരിക്കാമെന്നും ആവശ്യമായ അക്യുറസി ലഭിക്കാൻ ജോബ് എങ്ങനെ മാറ്റാമെന്നും നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ, ഇൻഡിപെൻഡന്റ് ചക്ക്, കട്ടിംഗ് ടൂൾ, സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ, മെഷറിംഗ് ടൂൾസ്, ഡ്രിൽ ചക്ക്, ഡ്രിൽ ബിറ്റുകൾ, ഗ്രീസ്, സ്പാനർ സെറ്റ് എന്നിവ ആവശ്യമാണ്. ജോബ് സീക്വൻസ് നോക്കാം. റോ മെറ്റീരിയലിന്റെ സൈസ് പരിശോധിക്കുക. ഇത് ഇൻഡിപെൻഡന്റ് ചങ്ക് കൊണ്ട് ഹോൾഡ് ചെയ്ത് സർഫസ് ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കുക. ഫേസിംഗ് ടൂൾ സജ്ജീകരിച്ച് ഒരു എൻഡ് ഫേസ് ചെയ്യുക. ജോബിന്റെ സെന്ററിൽ ഡ്രിൽ ചെയ്ത് കൗണ്ടർ ബോർ തീറ്റ 20 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെ ആഴത്തിൽ ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജോബ് വീണ്ടും സെന്റർ ഭാഗത്ത് ഡ്രിൽ ചെയ്യുക. ഇൻഡിപെൻഡന്റ് ചക്കിനെയും ജോബിനെയും ഫേസ് ചെയ്ത് വെച്ച് അത് പരിശോധിച്ച് മൊത്തം നീളം 200 mm നിലനിർത്തുകയും ജോബ് സെന്റർ ഡ്രിൽ ചെയ്യുകയും ചെയ്യുക. കൗണ്ടർ ബോർ തീറ്റ 20 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെ ഡെപ്തിൽ ജോബിനെ റീസെന്റർ ചെയ്ത് ഡ്രിൽ ചെയ്യുക. ലേറ്റ് സ്പിൻഡിൽ നിന്ന് ചക്ക് ഡിമാൻഡിൽ ചെയ്ത് സ്പിൻഡിൽ ഡ്രൈവിംഗ് പ്ലേറ്റ് ഫിക്സ് ചെയ്യുക. ലൈവ് സെന്ററും ഡെഡ് സെന്ററും മൗണ്ട് ചെയ്യുക. 2 സെന്ററുകൾക്കിടയിലുള്ള ലേറ്റ് അലൈൻമെന്റ് പരിശോധിക്കുക. നേരായ ടെയിൽ കാരിയറിന്റെ സഹായത്തോടെ സെന്ററുകൾക്കിടയിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് സെന്റർ ഭാഗത്ത് ഗ്രീസ് ഉപയോഗിക്കുക. 1 മില്ലിമീറ്റർ ഫീഡ് ഉപയോഗിച്ച് ജോബിനെ അതിന്റെ മാക്സിമം ലെങ്തിലേക്ക് മാറ്റുക. ജോബിന്റെ സിലിണ്ടറിസിറ്റി ഉറപ്പാക്കാൻ 2 എൻഡുകളിലും ഡയമീറ്റർ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ജോബ് അലൈൻമെന്റ് വീണ്ടും മാറ്റുക. മറ്റൊരു 1 mm ഫീഡിനെ തീറ്റ 41 മില്ലിമീറ്ററായി കുറയ്ക്കുന്ന കോമ്പണന്റ് വീണ്ടും ടേൺ ചെയ്യുക. തീറ്റ 40 mm അതിന്റെ മാക്സിമം ലെങ്ത് വരുന്ന പാകത്തിൽ ടേൺ ഫിനിഷ് ചെയ്യുക. ചേംഫർ 2x45 ഡിഗ്രി. സെന്ററിൽ ജോബ് റിവേഴ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ജോബിന്റെ ശേഷിക്കുന്ന ലെങ്തിലേക്ക് കൂടി തീറ്റ 40 മില്ലിമീറ്റർ ടേൺ ചെയ്യുക. ചേംഫർ 2x45 ഡിഗ്രി. ഡ്രോയിങ് അനുസരിച്ച് ഡയമെൻഷനുകൾ പരിശോധിക്കുക. മേക്ക് എ ടെസ്റ്റ് മാൻഡ്രൽ L=200 mm കൗണ്ടർ ബോർ അറ്റ് ദി എൻഡ് എന്ന വിഷയത്തിൽ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് ലേത്ത് മാൻഡ്രലിനെ പറ്റി കൂടുതൽ അറിയാനും വിവിധതരം മാൻഡ്രലുകളും അവയുടെ ഉപയോഗങ്ങളും ലിസ്റ്റ് ചെയ്യാനും ബോറിംഗ്, കൗണ്ടർ സിങ്കിങ് പ്രോസസ്സ് വിശദീകരിക്കാനും സെന്ററുകൾക്കിടയിൽ ജോബ് സെറ്റപ്പ് ചെയ്യാനും സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ ഉപയോഗിച്ച് ജോബിന് ആവശ്യമായ അക്യുറസിയിലേക്ക് മാറ്റാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.